ഇന്ന് നമ്മൾ പോകുന്നത് ദൈവം മോശയ്ക്ക് വാഗ്ദത്ത ഭൂമി കാണിച്ചു കൊടുത്ത നേബോ മലയുടെ മുകളിലേക്കാണ്. നിങ്ങളെല്ലാവരെയും ഈ വീഡിയോ കാണുവാൻ സ്വാഗതം ചെയ്യുന്നു. മതാബായിലുള്ള വിശുദ്ധ നാടിൻ്റെ ഭൂപടം കണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും ബസ് കയറി ഭക്ഷണം കഴിക്കുവാനായിട്ടാണ് ആദ്യം പോയത്. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അവിടെയാണ് വിശുദ്ധ ഭൂപടമുള്ളത്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതിനുശേഷം എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് ഒരുമിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ ട്രിപ്പ് നേബോ മലയിലേക്കാണ്. അപ്പോൾ ഗൈഡ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. അതിനുശേഷം ഹോട്ടലിൽ വന്നപ്പോൾ വിഭവസമൃദ്ധമായ ഒരുപാട് ഐറ്റംസ് ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ സന്തോഷപൂർവ്വം എല്ലാവരും കഴിച്ചു. അതിനുശേഷം എല്ലാവരും നേബോ മലയിലേക്ക് പോകുവാനായിട്ട് തയ്യാറായി. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 48-ാം വാക്യത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഞാൻ കാട്ടുന്ന നേബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണുവാനായിട്ടാണ് ഞങ്ങൾ ഇന്നെല്ലാവരും പോകുന്നത്. അപ്പോൾ അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഒരു നേബോ മലയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒലിവ് മരങ്ങളാണ് ഇടത്തും വലത്തും ഉള്ളത്. ഇത് ഫ്രാൻസിസ്കൻ അച്ഛന്മാരുടെ കസ്റ്റഡിയിലുള്ള ഒരു വിശുദ്ധ നാട്ടിലെ സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യൻ തീർത്ഥാടകർ ഇവിടെ നേബോ മലയിൽ വരികയും അവിടെ മോശ നിന്ന് കാനാൻ ദേശം കണ്ട സ്ഥലം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ബൈസൻ്റെയിൻ രീതിയിലുള്ള ഒരു ദേവാലയവും അതുപോലെ തന്നെ ഒരു ആശ്രമവും ഉണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേബോ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്തൂപമാണ്, ഒരു മഹാജൂബിലി സ്മാരക സ്തൂപമാണ്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ വരികയും സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ച ഒരു സ്തൂപവും അതുപോലെ തന്നെ അദ്ദേഹം നട്ട ഒലിവ് മരമൊക്കെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതെല്ലാം ഗൈഡ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾ അവിടെ ചുറ്റും നടന്ന് കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മോശയെ അടക്കം ചെയ്തിട്ടില്ല, പക്ഷേ മോശ മരിച്ചത് ഏകദേശം ഇവിടെയുള്ള താഴ്വരങ്ങളിലാണ്. പക്ഷെ അതെവിടെയാണ് അടക്കം ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ മോശയുടെ ഓർമ്മയ്ക്കായിട്ട് പണിത ഒരു മെമ്മോറിയലും അവിടെയുണ്ട്. ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 40 കിലോമീറ്ററോളം അകലെയാണ് ഈ നേബോ മല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 3300 അടി ഉയരമുണ്ട്. ഈ നേബോ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാനാൻ ദേശവും അതുപോലെ തന്നെ ജെറിക്ക പട്ടണവും ജോർദാൻ നദിയും ചാവുകടലും എന്നിവയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നേബോ മലയുടെ മുകളിൽ മോശയുടെ ഓർമ്മയ്ക്കായി പണിത പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആ നേബോ മലയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ നടന്ന് മോശ കാനാൻ ദേശം കണ്ട എക്സാക്റ്റ് സ്ഥലത്ത് എത്തിച്ചേരുന്നത്. മോശയ്ക്ക് ദൈവം ഗിലിയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവൻ എഫ്രായിമിൻ്റെയും മനാസയുടെ ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗബും ഈന്താപ്പനങ്ങളുടെ പട്ടണമായ ജെറീക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവർ വരെയുള്ള സമതലവുമാണ് കർത്താവ് കാട്ടിക്കൊടുത്തത്. അതൊക്കെ നമുക്ക് ഈ നേബോ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഈ നേബോ മലയിൽ ഒരു പിച്ചള സർപ്പത്തിൻ്റെ പ്രതീകവും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. സംഗീത പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. സർപ്പത്തിൻ്റെ ദംശനമേൽക്കുന്നവർ ഇതിനെ നോക്കിയാൽ മരിക്കുകയില്ല. ഇതാണ് അതിൻ്റെ പ്രതീകമായിട്ട് അവിടെ പണിതിരിക്കുന്നത്. ഈ എക്സാക്റ്റ് ലൊക്കേഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാനാൻ ദേശം കാണുവാനായിട്ട് സാധിക്കും. ആ പച്ചപ്പ് നിറഞ്ഞ് ദൂരെ കാണുന്ന സ്ഥലമാണ് കാനാൻ ദേശം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ മലയുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നിന്നാണ് മോശ കാനാൻ ദേശം നോക്കി കണ്ടത് എന്ന്
വിശ്വസിക്കപ്പെടുന്നു. അങ്ങകലെ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് മോശയ്ക്ക് ദൈവം കാട്ടിക്കൊടുത്ത കാനാൻ ദേശമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ ഈ മലയിറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ അത് നമ്മൾ കറക്റ്റ് ശരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും. നമ്മളിവിടെ നിൽക്കുമ്പോൾ എല്ലാം ഒരു മരുഭൂമി പോലെ കാണും. പക്ഷെ താഴോട്ട് ചെല്ലുമ്പോൾ നല്ല പച്ചപ്പാണ്. അത് ഇസ്രായേലിൽ ചെല്ലുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം. അനന്തരം മോശ മൊവാബ് സമതലത്തിൽ നിന്ന് ജെറീക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നേബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതിന് ശേഷം തൊട്ടടുത്ത് തന്നെ മോശയുടെ ഓർമ്മയ്ക്കായിട്ട് ഫ്രാൻസിസ്കൻ സന്യാസിമാർ പണിത ഒരു ദേവാലയത്തിലാണ് നമ്മൾ കയറുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവിടെ പഴയ 4-ാം നൂറ്റാണ്ടിലൊക്കെ പണിയപ്പെട്ട പഴയ ബൈസൻ്റെയും പള്ളിയുടെ അവശിഷ്ടങ്ങളും മൊസൈക്ക് തറകളും അതുപോലെ തന്നെ മാമുദീസ തൊട്ടിയൊക്കെ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ദേവാലയം വളരെ മനോഹരമാണ്. മോശയെ നമുക്കറിയാം, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രവാചകനാണ്. ഇവിടെയാണ് മാമുദീസ പണ്ട് ബൈസൻ്റെയിൻ റീത്തിൽ നടത്തപ്പെട്ട കുഴിയാണ്, ഒരു കുളമാണ്, മാമുദീസ കുളമാണ്, കുരിശിൻ്റെ ആകൃതിയിലുള്ള. അതുപോലെ തന്നെ അന്നത്തെ ബൈസൻ്റെയിൻ ഇതിൽ തീർത്ത ദേവാലയത്തിൻ്റെ മൊസൈക്ക് വർക്കുകൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടാവില്ല, പക്ഷെ അത് അടുത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ആ പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളും കല്ലുകളും മാമുദീസ നടത്തിയിരുന്ന സ്ഥലങ്ങളും അൽത്താരയും കുറേയൊക്കെ മൊസൈക്ക് തറകളും ഡിസൈനുകളും എല്ലാം ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും അതിനുശേഷം ചുറ്റും ഈ മോശയുടെ ഓർമ്മയ്ക്കായിട്ട് പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ കയറി എല്ലാം മൊസൈക്കിലെ ഡിസൈനുകളും എല്ലാം കാണുകയും അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനും മമ്മിയൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്ത് വീണ്ടും വണ്ടിക്കുള്ളിൽ കയറി. അപ്പോൾ ഗൈഡ് അടുത്ത സ്ഥലത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇസ്രായേലിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ ഒരുപാട് വ്യത്യസ്തതയാണ്. നമ്മൾ ഇതുവരെ വന്ന വിശുദ്ധ നാട്ടിലെല്ലാവർക്കൊന്നും പോകുവാൻ പലപ്പോഴും അവസരമോ ഭാഗ്യമോ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കുറച്ചുകൂടി അവിടെ ഞാൻ കണ്ട അവിടുത്തെ വ്യത്യസ്തമായിരുന്ന കൃഷിയിടങ്ങൾ, ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട മലകൾ, അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോയി കാണുക. ഇത് അവിടുത്തെ ഭൂപ്രദേശമാണ്. നമ്മുടെ യാത്രയിൽ നമ്മൾ കാണുന്ന മനോഹരമായ വിശുദ്ധ നാടിൻ്റെ കൃഷിയിടങ്ങൾ. ഒരു ഭാഗത്ത് മരുഭൂമി പോലെ കല്ലുകളും പാറകളും മണലാരണ്യങ്ങളും, പക്ഷേ മറുവശത്ത് കൃഷിയിടങ്ങളും ഈന്തപ്പനകളും ഒലിവ് മരങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കൃഷിയിടങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തതും നല്ല പച്ചപ്പാർന്ന സ്ഥലങ്ങളുമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇസ്രായേലിലേക്ക് കയറുമ്പോഴത്തേനും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഗൈഡ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നെബോ മല കണ്ട് കഴിഞ്ഞ് ഞങ്ങളിനി പുതിയ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും തന്നെ കുറച്ചൊക്കെ മടുത്തു, എന്നാലും എല്ലാവരും ഒരുമിച്ച് പോകുന്നു. വിശുദ്ധ നാട്ടിലെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എത്രയോ വാസ്തവമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് എന്നെ ഒത്തിരിയധികമായിട്ട് അത് സഹായിക്കുകയും ചെയ്തു. ഇനിയും ജീവിതത്തിൽ ഇവിടെയൊക്കെ തിരിച്ചു വരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്ര മനോഹരമായിട്ടുള്ള ഈശോ നടന്ന വഴികളാണ് ഇവിടെയൊക്കെ. ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഈന്തപ്പനകളുടെയൊക്കെ ഇടയിൽ മനോഹരമായിട്ടുള്ള ജോർദാൻ നദിയൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ജോർദാൻ നദിയിലേക്കാണ്. ഈശോ സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ആ നദിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഭൂപ്രകൃതിയും ഈ വിശുദ്ധ നാട്ടിലെ മലകളും വിശുദ്ധ നാട്ടിലെ മണ്ണും കൃഷിയിടങ്ങളും എല്ലാം ഒന്നും എല്ലാവർക്കും പോയി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് നീട്ടി നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളും കൂടെ ഞാൻ കണ്ട എല്ലാ കാഴ്ചകളും എന്നെ
ഹൃദയത്തെ സ്പർശിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളും കൂടി കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. ഇതിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അനുഭവമാണ്. ഈശോ സഞ്ചരിച്ച വഴികൾ, ഈശോ നടന്ന വഴികൾ, ഈശോ ജീവിച്ച സ്ഥലങ്ങൾ എല്ലാം കാണുവാനും ആ ഭൂപ്രദേശം, ബൈബിളിൽ നമ്മൾ പലപ്പോഴും വായിക്കുന്ന ആ ഭൂപ്രദേശങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ നേരിൽ കാണാനും കണ്ണുകൊണ്ട് കാണാനുള്ള വലിയൊരു ഭാഗ്യം ദൈവം തന്നു. അപ്പോൾ നേബോ മലയിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. മോശയ്ക്ക് കിട്ടിയ വലിയ ഭാഗ്യം, ദൈവം കൊടുത്ത ആ ഭാഗ്യം കാണുവാനും ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാവരും യാത്രയിൽ സന്തോഷത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ബേസിലച്ഛനും ചേച്ചിയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഇനി അടുത്ത പ്രദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ബസ്സിലിരിക്കുന്നു. ഇവിടുത്തെ കൃഷിയിടങ്ങളാണെങ്കിലും വളരെ മനോഹരമാണ്. വളരെ അടുക്കൻ ചിട്ടയോടുകൂടി പല കാര്യങ്ങളും നട്ടുവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആപ്പിൾ മരങ്ങളും മറ്റു പല മരങ്ങളുണ്ട് അവിടെ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സാധിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വിശുദ്ധ നാട്ടിൽ പോകുവാൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.